നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോടാലി ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി വേലൂർ മേഖലയിൽ വ്യാപക നാശം. ജില്ലയിൽ പനി പടർന്നു പിടിക്കുന്നു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. തൃക്കൂർ പഞ്ചായത്തിലെ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇഡിക്കെതിരെ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. കോടാലി ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. ഇഞ്ചക്കുണ്ട് കുണ്ടിൽ വീട്ടിൽ 41 വയസ്സുള്ള അനീഷിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ശിക്ഷിച്ചത്. പിതാവിനെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും പിഴ ഒടുക്കാത്ത പക്ഷം 1 വർഷം അധിക കഠിന തടവിനും മാതാവിനെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും പിഴ ഒടുക്കാത്ത പക്ഷം 1 വർഷം അധിക കഠിന തടവിനുമാണ് IPC സെക്ഷൻ 302 പ്രകാരം ശിക്ഷ വിധിച്ചത്. 2022 ഏപ്രിൽ 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി മാതാപിതാക്കളായ ചന്ദ്രിക, സുബ്രൻ എന്നിവരെ വസ്തുതർക്കത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മയായ ചന്ദ്രികയെ മൺവെട്ടി പിടിച്ചുവാങ്ങി ആക്രമിക്കുകയും തടയാൻ വന്ന പിതാവിനെയും പ്രതി ആക്രമിച്ചു. തുടർന്ന് ഇരുവരെയും കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ വെട്ടുകത്തി വീടിനുള്ളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് വെച്ചും റോഡിൽ വെച്ചും സുബ്രനെയും ചന്ദ്രികയെയും കഴുത്തിനും തലയിലും നിരവധി തവണ വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. പുതുക്കാട് തെക്കേത്തുറവിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ തെങ്ങും തേക്കും മറിഞ്ഞു വീണ് 2 പേർക്ക് നിസാര പരിക്കേറ്റു. കാനറ ബാങ്ക് തൃശൂർ ബ്രാഞ്ചിലെ മാനേജറായ തെക്കേത്തുറവ് സ്വദേശി കാഞ്ഞിപ്പിള്ളി വീട്ടിൽ രാജുവിന്റെ ഭാര്യ ഷീല, കാർ ഡ്രൈവർ പാഴായി സ്വദേശി ഗോപി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മരങ്ങൾ വീണ് കാർ തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മിന്നൽ ചുഴലിയിൽ തെക്കേത്തുറവ് പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണുണ്ടായത്. മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജാതി, തെങ്ങ്, കവുങ്ങ് എന്നിവയും കാറ്റിൽ കടപുഴകി. റോഡിലേക്ക് വീണ മരങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പോട്ടോക്കാരൻ ആന്റണിയുടെ വീട്ടുമതിലും മരങ്ങൾ വീണ് തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി വേലൂർ മേഖലയിൽ വ്യാപക നാശം. എരുമപ്പെട്ടി, ശങ്കരൻകാവ്, കുണ്ടന്നൂർ, നെല്ലുവായ്, കാഞ്ഞിരക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്യായിനിയുടെ വീടിന്റെയും തൊഴുത്തിന്റെയും മുകളിലേക്ക് പന ഒടിഞ്ഞു വീണ് പശുവിന് പരിക്കേറ്റു. തൊഴുത്ത് പൂർണ്ണമായും വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകർന്നു. നെല്ലുവായി മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്ക് കട കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. നെല്ലുവായി തെക്കുമുറിയിൽ കനത്ത മഴയിൽ പ്ലാവ് കടപുഴകി വീണ് ആർട്ടിസ്റ്റ് സദന്റെ വീട് തകർന്നു. നെല്ലുവായി മുണ്ടംകോട് മുളങ്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു. നെല്ലുവായി പുഴക്കരയിലെ വാഴത്തോട്ടത്തിലെ 40 ചെങ്ങാലിക്കോടൻ വാഴകൾ മരങ്ങൾ വീണ് നശിച്ചു. പറമ്പിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ കാറ്റിൽ കടപുഴകി വാഴകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. കാഞ്ഞിരക്കോട് കൊരട്ടിയാങ്കുന്ന് അങ്കണവാടി റോഡിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. മങ്ങാട് ചാത്തംകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു.
വേലൂർ 12-ാം വാർഡിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീടാണ് തകർന്നത്. വേലൂർ 14-ാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു. പഴവൂർ ഇടക്കുന്നിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ പനി പടർന്നു പിടിക്കുന്നു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഈ മാസം 24 വരെ മാത്രം 15,710 പേരാണ് പനിക്കായി ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. 136 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 21-നാണ് കൂടുതൽ പേർ പനിബാധയെ തുടർന്ന് ആശുപത്രികളിൽ എത്തിയത്. 1056 പേർ. കുറവ് രേഖപ്പെടുത്തിയത് 4-നായിരുന്നു. 341 പേർ. മാസം പകുതി പിന്നിടുമ്പോൾ പനി ബാധിതരുടെ എണ്ണം 7,000 പിന്നിട്ടെങ്കിൽ പിന്നെയുള്ള 10 ദിവസം കൊണ്ട് 8,000-ലധികം പുതിയ പനിബാധയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതിദിനം 700-ലധികം രോഗികൾ. കൂടാതെ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ 186 പേരിൽ 70 പേർക്കും ഡെങ്കി സ്ഥിരീകരിച്ചു. 41 പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചു. 16 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 2 മരണവും രേഖപ്പെടുത്തി. കുന്നംകുളം, കൊണ്ടാടി, ഇരിങ്ങാലക്കുട, പെരിഞ്ഞനം, വലപ്പാട്, മാള, പാണഞ്ചേരി, പുത്തൻചിറ തുടങ്ങിയ ഇടങ്ങളിലാണ് എലിപ്പനി റിപ്പോർട്ട് ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പനിക്കണക്ക് ക്രമാതീതമായി വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ മേരി തോമസ്, സൈമൺ നമ്പാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക തുടങ്ങിയവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27.5 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്വന്തമായി നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ നയമാണ്. അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം തരുന്ന ഏത് വാർഡാണെങ്കിലും, അത് ഏത് വാർഡ് മെമ്പറാണെന്നും പ്രശ്നമല്ല, ഏത് കക്ഷിയാണെന്നും പ്രശ്നമല്ല, അവർക്കെല്ലാം അപ്പൊ കാശ് കൊടുക്കും. ഇനി കാര്യങ്ങളുണ്ടെങ്കിൽ ഇനിയും കാശ്. ഇഡിക്കെതിരെ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM-ന്റെ നേതാക്കൾക്കെതിരെ കള്ളക്കുറ്റപത്രം നൽകിയ ഇഡിക്കെതിരെ കൊടകരയിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും CPIM ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. CM ബബീഷ്, അൻവർ സാദിഖ്, അമ്പിളി സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലി ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി വേലൂർ മേഖലയിൽ വ്യാപക നാശം. ജില്ലയിൽ പനി പടർന്നു പിടിക്കുന്നു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്.
തൃക്കൂർ പഞ്ചായത്തിലെ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇഡിക്കെതിരെ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.